ഹലോ സിനിഫാൽസ്, വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾ എന്ന് പറയുന്നത് കുറച്ചധികം നാളുകൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 30, 2023 ഒരു അനൗൺസ്മെൻറ്റ് വന്നു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്. ആ അനൗൺസ്മെൻറ്റ് വന്ന അന്ന് മുതൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഹൈപ്പ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ അതുപോലെ ഹൈപ്പ്ഡായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ സിനിമ, അത് സീക്വലായിട്ട് ഇറങ്ങിയ 2-3 സിനിമകളുണ്ട്. ബാഹുബലി 2, പുഷ്പ 2, KGF 2, അതല്ലാണ്ട് വേറൊരു സിനിമ ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ അതിനുശേഷം വന്ന ആ പടത്തിൻ്റെ പോസ്റ്റേഴ്സ്, അനൗൺസ്മെൻറ്റ് പോസ്റ്റേഴ്സ്, നമ്മുടെ നമ്മുടെ ലിറിക്കൽ വീഡിയോയുടെ ഒരു പോസ്റ്റർ, പിന്നെ ട്രെയിലർ, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയെന്ന് മാത്രമല്ല ഫാൻസൊക്കെ ചുമ്മാ ബ്ലാസ്റ്റ് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പൊട്ടിത്തെറിയായിരുന്നു മൊത്തത്തിൽ. അപ്പം അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഏറ്റവും അവസാനം ആ പടം തിയേറ്ററിൽ റിലീസായി. ആ പടം റിലീസായപ്പോഴത്തേക്കും ആ പടത്തിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഓഡിയൻസ് എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു, ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് പോയി, മൊത്തത്തിൽ പോയി, ഇത് ഇനി കൈവിട്ടു പോയി, ഇത് എങ്ങനെ പോയാലും ഇനി 300-400 കോടി അതിൽ താഴെയൊക്കെ വന്ന് നിൽക്കത്തുള്ളൂ. ഇത് 1000 കോടി ഡ്രീം ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു കോളിവുഡിൽ. അതായത് പോസിറ്റീവ് റെസ്പോൺസ് വന്നിരുന്നെങ്കിൽ ഷുവർ ഷോട്ട് 1000 കോടി, അതിലേക്ക് ഒരിക്കലും എത്തത്തില്ല എന്നുള്ള വാദങ്ങളുമായിട്ട് റിവ്യൂവേഴ്സും നെഗറ്റീവ് ഓടികളും ഹേറ്റേഴ്സും എല്ലാവരും രംഗത്തെത്തി ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തൊട്ട്. പക്ഷേ ഇവരെല്ലാവരും ഒരു കാര്യം പറയാതെ പറഞ്ഞതാണോ അറിയാതെ പറഞ്ഞതാണോ എന്നറിയില്ല, പക്ഷേ ഇവർ പറഞ്ഞു ഗെയ്സ്, ഈ പടത്തിലെ നായകൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ സിനിമകളിലെ പുള്ളി അഭിനയിച്ചേക്കുന്ന അഭിനയത്തെക്കാൾ വെറൈറ്റി ഉണ്ട്, കിടിലിനായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഈ പുള്ളിയോടൊരു ആരാധന നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ പ്രകടനം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല എന്നുള്ളതായിരുന്നു ഈ ഹേറ്റേഴ്സിൻ്റെ ഒരേ ഒരു പോസിറ്റീവായിട്ടുള്ള വാദം. പിന്നെ ഈ പടത്തിന് എങ്ങാനും എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് വരികയാണെങ്കിൽ ആ പടത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊണ്ടുവന്ന് ഡയറക്ടറിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാനായിട്ട് ഇവന്മാർ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ, ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ക്രെഡിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആരുടെ തലയിലോട്ട് പോകും, പടം പൊട്ടിക്കഴിഞ്ഞാൽ നായകൻ്റെ തലയിലേക്ക് പോകും. ഇനി അതുകൊണ്ടാണോ ഇവന്മാർ നായകൻ്റെ പ്രകടനം കാണാൻ വേണമെങ്കിൽ അത് കാണാൻ ടിക്കറ്റ് എടുത്തോ എന്ന് പറഞ്ഞൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ പ്രേക്ഷകർ എന്ത് തീരുമാനിച്ചു, നായകൻ്റെ പ്രകടനം കൊള്ളാമോ എങ്കിൽ ഓക്കെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തോളാം. അങ്ങനെ പോയി ടിക്കറ്റ് എടുത്തു, ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തു, മാസീവായിട്ട് ടിക്കറ്റ് എടുത്തു. ആ പടം തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ വേൾഡ് വൈഡ് 100 കോടി FD ഇട്ടു. കേരള ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സിനിമ കേരളത്തിൽ ഡബിൾ ഡിജിറ്റ് FD ഓപ്പൺ ചെയ്തു. വേൾഡ് വൈഡ് ആ സിനിമ നെഗറ്റീവ് അല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസ് വെച്ച് ആ സിനിമ 600 കോടി അടിച്ചടി. 600 കോടി തമിഴിൽ രണ്ടാമതായിട്ടാണ് സിനിമ മിക്സഡ് റെസ്പോൺസിൽ 600 കോടി കയറുന്നത്. പിന്നെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം ഒരു നോവൽ ഉണ്ടായിരുന്നു, പൊന്നിൻ സെൽവൻ. അതിനെ എല്ലാവരും കൂടി കൊണ്ടാടി ആ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് ഇൻഡസ്ട്രിയിൽ ഹിറ്റാക്കി മാറ്റി. ആ ഇൻഡസ്ട്രിയൽ ഹിറ്റിനെ നൈസായിട്ട് വലിച്ചെറിഞ്ഞ് ഈ പടം അങ്ങോട്ട് കയറിയിരുന്നു. ഏത് ഈ നായകൻ മാത്രം തകർത്തു എന്ന് റിവ്യൂവേഴ്സ് എല്ലാവരും ഒരേപോലെ പറഞ്ഞ, ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ പടം കയറിയിരുന്നു. ആ പടത്തിൻ്റെ പേരിലെയോ നായകൻ്റെ പേര് തളപതി വിജയ്, എന്താ പേരിലെ ഒരു ഗത്ത് ഇരിക്കല്ലേ. പുള്ളി ഇതൊക്കെ നേടിയത്, അല്ലെങ്കിൽ ലിയോ എന്ന് പറയുന്ന സിനിമ ഇതൊക്കെ നേടിയത് തളപതി വിജയ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പവർ, ആ ഒരു പവർ കൊണ്ടാണ്. LCU സപ്പോർട്ടുണ്ട്, ലോകേഷ് കനകരാജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെ വന്നാലും ഇതൊക്കെ ഈ പടത്തിന് ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ തന്നെ ഫസ്റ്റ് ഡേ റിവ്യൂ എഴുതി വിധി എഴുതി തേച്ചൊട്ടിച്ച് ഭിത്തി കയറ്റിയിട്ടും ഈ സിനിമ ഇത്രയൊക്കെ നേടിയെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് തളപതി വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്റ്റാർ പവർ മാത്രമാണ്. ഇനി നമുക്ക് ഇതേ പടത്തിൻ്റെ ഡയറക്ടർ ലോകേഷ് കനകരാജിൻ്റെ ഒരു സിനിമ, പുതിയ സിനിമ, ലേറ്റസ്റ്റ് സിനിമ കൂലി, സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലിയുടെ ട്രെയിലർ റിലീസായി. ആ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായി, രജനീകാന്തിന് മാത്രമല്ല സ്കോർ ചെയ്യാൻ എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും പേരുണ്ടായിട്ടും കിങ് നാഗാർജുനുണ്ട്, റിയൽ സ്റ്റാർ ഉപേന്ദ്രയുണ്ട്, ബോളിവുഡിൽ നിന്ന് അമീർ ഖാനുണ്ട്, നമ്മുടെ സൗബിനുണ്ട്, സത്യരാജുണ്ട്. ഇനി ഗസ്റ്റ് റോളായിട്ട് ആരൊക്കെ വരുമെന്ന് അറിയത്തില്ല, LCU കൊണ്ട് കണക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തുണ്ട്. ഇത്രയും പേരുണ്ടായിട്ട് ആ സിനിമ അന്നിറങ്ങിയ ലിയോയുടെ ട്രെയിലർ വ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ട്രെയിലറിന് ഒരുപാട് വ്യൂസ് കിട്ടും. ഫസ്റ്റ് 24 hours അല്ലെങ്കിൽ ഫസ്റ്റ് മണിക്കൂറുകളിൽ കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നതാണ് ആ ട്രെയിലറിൻ്റെ ഒരു സ്റ്റാർ പവർ കൊണ്ട് കിട്ടുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ കൂലിക്ക് കിട്ടിയേക്കുന്നത് ഫസ്റ്റ് ആദ്യത്തെ 30 മിനിറ്റ് കൊണ്ടാണ് 1 മില്യൺ അടിച്ചത്. അന്ന് ലിയോ 2 മില്യൺ അടിച്ച് 20 മിനിറ്റ് കൊണ്ട്. അതാണ് പവർ, ഫാൻ ബേസ് എന്ന് പറയുന്നത്. പുള്ളി അന്ന് ആ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞ് കരിയറിൻ്റെ ഉച്ചമെന്ന്, ആ ഉച്ചമെന്ന് പറയുന്നത് അതാണ് ഗൈസ്. അതിൽ ഒരു സംശയവും വേണ്ട. കാര്യം അങ്ങേര് ഇന്ന് ഇന്ത്യയിൽ ഒരു പാൻ ഇന്ത്യൻ പടം ചെയ്യാതെ, പാൻ ഇന്ത്യൻ ഡയറക്ടേഴ്സിൻ്റെ സപ്പോർട്ട് പിടിക്കാതെ, ബ്രാൻഡ് ഡയറക്ടേഴ്സിൻ്റെ സപ്പോർട്ട് പിടിക്കാതെ ഒരു നാട്ടൻ ഇത്രയും വലിയ ഫാൻഡം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിജയ് മാത്രമാണ്. അല്ലു അർജുനെ നമുക്ക് പറയാം, അതല്ലാണ്ട് വേറൊരു നടനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ബ്രാൻഡ് ഡയറക്ടേഴ്സ് എന്ന് ഞാൻ പറയുന്ന നേരത്തെ ലോകേഷ് കനകരാജിന് ഇപ്പോൾ കൊണ്ടുവരരുത്, ലോകേഷ് കനകരാജ് ബ്രാൻഡാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ലോകേഷ് കനകരാജിന് വിജയ് ഡേറ്റ് കൊടുക്കുമ്പോൾ ലോകേഷ് കനകരാജ് എവിടെയായിരുന്നു? കൈതി ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഏത് മാസ്റ്ററിന് ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ലോകേഷ് കനകരാജിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാൻ കാരണം ഒരു
വിജയ് സിനിമ ചെയ്തതിന് ശേഷമാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല, ഹേറ്റേഴ്സ് പോലും സമ്മതിക്കും. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്ലി ഇപ്പോൾ ബ്രാൻഡാണ്, ബോളിവുഡിലൊക്കെ ബ്രാൻഡാണ്, അല്ലു അർജുനെ വെച്ച് പറഞ്ഞിട്ടുണ്ടിരിക്കുകയാണ്. പുള്ളി ബ്രാൻഡായത് എങ്ങനെയുണ്ട്, വിജയ് സിനിമയിലൂടെയാണ് പോപ്പുലാരിറ്റി കിട്ടിയത് പുള്ളിക്ക്. സോ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ ഇത്രയും ബ്രാൻഡുകൾ ഒരുമിച്ച് വന്നിട്ടും അത് നടന്നിട്ടില്ലെങ്കിൽ തളപതിയുടെ സ്റ്റാറിനെ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി നമുക്ക് കൂലി ട്രെയിലറിലേക്ക് വരാം. കൂലി ട്രെയിലർ കണ്ടിട്ട് ഒരുപാട് പേര് ഇതൊരു മിഡ് ട്രെയിലറാണ്, ഇത് പോരാ 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 പോരാ, ഇത് രജനി സൈഡാവും, രജനിക്ക് വയ്യ അതാണ് പറയുന്നത്. മറ്റ് സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഡോമിനേറ്റ് ചെയ്യും, സൗബിൻ രജനീനേക്കാളും ഡോമിനേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിലറിൽ ലോകേഷ് കനകരായി 2 പേരെ ഹൈഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഈ ഹൈഡ് നിർത്തുന്ന ആരൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആൻഡ് ഗോട്ട് അനിരുദ്ധ്, ഈ 2 പേരും തിയേറ്ററിലേക്ക് അങ്ങ് അഴിച്ച് പിടിവിട്ട് അങ്ങ് വിട്ടേക്കും. ഇവർ 2 പേരും കൂടി തിയേറ്ററിൽ നിന്ന് കത്തിക്കും. ഇവിടെ നോക്കിക്കോ, ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ പൂണ്ട് വിളയാടുന്ന സീൻസിൻ്റെ ഇടയ്ക്കിലേക്ക് സൂപ്പർ സ്റ്റാർ രജനി അതിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അനിരുദ്ധ് ഒരു ബീജം കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. ഇത് കഴിയാൻ നേരത്ത് നമ്മൾ വേറെ ലെവലായിരിക്കും. അതിന് വേണ്ടിയിട്ട് മരണ വെയിറ്റിംഗ് ആണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ കൂലിനെ ഡീഗ്രേഡ് ചെയ്ത് ലിയോനെ പൊക്കി പറയാൻ വേണ്ടി ചെയ്ത വീഡിയോ ഒന്നുമല്ല ഇത്. ലിയോനെ ആദ്യം മെൻഷൻ ചെയ്തത് ഞാൻ പ്രതീക്ഷിച്ചു കൂലി ഇറങ്ങുമ്പോൾ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിലൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലിയോയുടെ ട്രെയിലർ റെക്കോർഡ്സൊക്കെ ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു. അത് നടക്കാത്തത് കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇനി പടം ഇറങ്ങിയതിന് ശേഷം കളക്ഷൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ള കാര്യം, അത് കൂലിക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഷുവർ ഷോട്ട് അടിയാണ്, തീ പറക്കും. അതായത് നമുക്കറിയാം സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൻ്റെ രീതിയിൽ. പക്ഷേ സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഭാഷ എന്ന് പറയുന്ന സിനിമയിലൂടെ 25 കോടി, ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമയിലൂടെ 50 കോടി, ശിവാജി എന്ന് പറയുന്ന സിനിമയിലൂടെ 100 കോടി, 150 കോടി, എന്തിലൂടെ 200, 250 കോടി, 300, 350, 400, 450, 500, 550, 600, 650, യന്ത്രൻ 2യിലൂടെ ഇനി ആദ്യത്തെ 1000 കോടിയും അങ്ങേര് തന്നെ കൂലിയിലൂടെ കോളിവുഡിന് ഇങ്ങനെ നേടിക്കൊടുക്കും. കൊടുത്തിട്ടേ പുള്ളി പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രജനീകാന്തിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത് വിജയ് ഫാൻസാണ്. വിജയ്ക്ക് സ്റ്റാർഡമുണ്ട്, ഫാൻഡമുണ്ട്, ശരിയാണ്. ഇപ്പോൾ രജനീകാന്തിനേക്കാൾ മേളിലെ സ്റ്റാർഡം തമിഴ്നാട്ടിൽ വിജയ്ക്കുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ രജനീകാന്ത് തലൈവർ താൻ, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് പുള്ളിയായിട്ടുള്ള കമ്പാരിസൺസ് ഒക്കെ ഒഴിവാക്കണം. കൂലി ഇറങ്ങി പോസിറ്റീവ് വരികയാണെങ്കിൽ ചുമ്മാ ബ്ലാസ്റ്റാണ്. പിന്നെ കൂട്ടത്തിലൊരു വാർ 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട്. വാർ 2ൻ്റെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ടിപ്പിക്കൽ ആ സ്പൈ പരിപാടിയായിട്ട് അവന്മാർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കൂലി കണ്ടംപടി ഓടിക്കും. നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ കണ്ടംപടി ഓടിക്കും, അതിലൊരു സംശയമില്ല. കണ്ടംപടി ഓടാനായിട്ട് വാർ 2 റെഡി ആയിക്കോ. കൂലി വിൽ ബി എ ബ്ലാസ്റ്റ്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പടത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫാക്ടർ എന്താണ്? രജനി ഫാക്ടർ തന്നെയാണോ? ഞാൻ രജനി ഫാക്ടർ തന്നെയാണ്. ഒരുപാട് പേരുണ്ടെങ്കിലും നമുക്ക് സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.